ബാലതാരത്തിന്റെ നോമിനേഷനിൽ ഞങ്ങൾ മൾട്ടിപ്പിൾ നോമിനേഷൻസ് കൊടുത്തിരുന്നു. നേരത്തെ കുട്ടികളുടെ ചിത്രത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാര്യം നമ്മൾ സെൻസർ ചെയ്തത് കുട്ടികളുടെ ചിത്രമായിട്ടല്ല. അപ്പോ അതുകൊണ്ട് ആ അവാർഡിലേക്ക് പരിഗണിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ കാക്കാമുട്ടൈ എന്ന് പറയുന്ന സിനിമ ഇങ്ങനെ സെൻസർ ചെയ്യപ്പെട്ട സിനിമയല്ല. പക്ഷെ നാഷണൽ ലെവൽ മികച്ച കുട്ടികളുടെ ചിത്രങ്ങൾ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പണ്ട് മനുവങ്കിൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോ മാനദണ്ഡം മുമ്പ് ഭേദിക്കപ്പെട്ടിട്ടുണ്ട്, മികവിനെ മാത്രം മുൻനിർത്തി. കാക്കാമുട്ടയെ അവലംബിച്ച് തന്നെയാണ് നമ്മുടെ പടവും ഇൻസ്പയർ ചെയ്ത് വന്ന പടം തന്നെയാണ്. അപ്പോ മികവിന് വേണ്ടി മാനദണ്ഡങ്ങൾ മറന്നിട്ടുണ്ട് ഹെൽത്തിയായ രീതിയിൽ. പക്ഷെ പിന്നീട് അത് ആവർത്തിക്കപ്പെട്ടില്ല. പക്ഷെ ആ മാനദണ്ഡം അവിടെ ഉണ്ടെങ്കിലും മികച്ച ചൈൽഡ് ആക്ടറിന് ആ അവാർഡ് കൊടുക്കാൻ മാനദണ്ഡം ഒരു പ്രശ്നമുണ്ടായിരുന്നു. കോട്ടെ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഇല്ലെന്ന് തന്നെ വിചാരിക്കും. കിഷ്കിന്ദാണ്ടത്തിലെ കുട്ടി, ഫീനിക്സിലെ കുട്ടി അവർക്ക് കൊടുക്കാറുണ്ടല്ലോ. അതെ, അതൊരു പ്രോത്സാഹനമല്ലേ, കുഞ്ഞു മക്കളല്ലേ, അവർക്കൊരു അംഗീകാരം. കുട്ടികൾ ഇപ്പോ എന്താണ് വിചാരിക്കേണ്ടത്? 2024 സിനിമയിൽ അഭിനയിച്ച അവര് കുട്ടികളുടെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-30 പേരോട് വർക്ക് ചെയ്തൊന്നും പ്രത്യേകിച്ച് അറിയാം. അവരിടുന്ന എഫേർട്ട് എന്താണ്, അവർക്ക് പ്രായം 30 ഇല്ലല്ലോ. അപ്പോ അതിനും കൂടെ ചേർത്ത് എഫേർട്ട് ഇട്ടാൽ മതിയാവുള്ളൂ. അപ്പോ അവരെവിടെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കും, ആർക്കെങ്കിലും കിട്ടുമായിരിക്കും. അപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെട്ടതിനെല്ലാം അഭിനയം മോശമാണെന്ന് ചൂട് പറയുമ്പോ അതായത് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർ അടുത്ത കൊല്ലം ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിക്കണമെന്നാണോ, ഇങ്ങനെ നിരാശപ്പെട്ടു പോവാണോ? അതിനും സാധ്യതയില്ലേ? 55ാമത് ചലച്ചിത്ര പുരസ്കാരം ഒക്കെ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രഖ്യാപിച്ചതിനോടൊപ്പം തന്നെ കുറച്ച് വിവാദങ്ങളും ഇപ്പം എത്തിയിരിക്കുകയാണ്. അതിലേറ്റവും വലിയ വിവാദമായി ഇപ്പം മാറുന്നത് ഒരു മികച്ച ബാലതാരം ഇല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മികച്ച ബാലതാരത്തിന് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തില്ല എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകളാണ്. ഇതിനോടൊപ്പം ദേവനന്ദയും ബാലതാരമായ ദേവനന്ദയും ഒരു പോസ്റ്റ് FBയിലിട്ടതോടെ അത് വലിയ ചർച്ചയ്ക്ക് അത് കാരണമായി. ഇപ്പം അശ്വിനിക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? വളരെ മോശം ഇൻ ദ സെൻസ് വളരെ ഖേദം തോന്നുന്നു. കുട്ടികൾക്ക് പുരസ്കാരം നൽകുന്നതിന് ഇത്രയും വലിയൊരു ചർച്ചയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കൊടുക്കാമായിരുന്നു. 6 ചിത്രങ്ങളോളം 6 കുട്ടികളുടെ ചിത്രങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു സിനിമ പോലും ഗുണമേന്മയില്ല, നിലവാരമില്ല എന്ന് പറഞ്ഞ് തഴയണമെങ്കിൽ അത്രയും നിലവാരമില്ലാത്ത സിനിമകളാണോ മലയാളി എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് സംശയമാണ്. ഇതിലേക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയപ്പെടുന്ന സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമക്ക് പുരസ്കാരം ലഭിച്ചില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. മറ്റ് സിനിമകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടന് എന്തുകൊണ്ട് ഇത്തരത്തിൽ അവാർഡ് കൊടുത്തിട്ടില്ല. കാരണം അതിൽ കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ കുട്ടികളാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഈ സിനിമയെ ഇത്തരത്തിൽ അവാർഡ് നൽകിയിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു കാരണം കൂടി റീസൺ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംവിധായകന്റെ അടുത്ത് സംസാരിച്ചു. ഈ സിനിമ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയണമല്ലോ. അതിന്റെ ക്ലാരിഫിക്കേഷൻ നമ്മൾ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംവിധായകൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ സിനിമ സെൻസർ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ സിനിമ എന്ന കാറ്റഗറിയിലല്ല. ആ കാരണത്തിലാണ് മികച്ച കുട്ടികളുടെ സിനിമയുടെ കാറ്റഗറിയിലേക്ക് ഈ സിനിമയ്ക്ക് മത്സരിക്കാൻ കഴിയാതെ പോയത്. സിനിമ മത്സരത്തിനായിട്ട് അയച്ചിട്ടുണ്ട്, പക്ഷെ കുട്ടികളുടെ സിനിമ എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം മികച്ച കുട്ടികളുടെ സിനിമ നിഷേധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവിടെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടെ നമ്മളെടുത്ത് പറയേണ്ടതുണ്ട്. കാക്കാമുട്ടൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, ധനുഷ് നിർമ്മിച്ചിട്ടുള്ള, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുള്ള സിനിമയാണ്. ആ സിനിമയും സെൻസർ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ സിനിമ എന്ന കാറ്റഗറിയിലല്ല. എന്നിട്ടും മികവിൻ്റെ അടിസ്ഥാനത്തിൽ ആ സിനിമയ്ക്ക് നമ്മൾ പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മികവിൻ്റെ പേരിൽ നമുക്ക് തിരുത്തി എഴുതാവുന്നതേ ഉള്ളൂ ഇത്തരം ജൂറിയുടെ നിലപാടുകളെ. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമ കൊമേഴ്ഷ്യൽ എലമെൻസും കൂടെ എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. വെറും ഒരു അവാർഡ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന സിനിമയായിരുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സിനിമയായിരുന്നു, ഒരുപാട് മെസ്സേജുകൾ കൊണ്ടുവന്നിട്ടുള്ള സിനിമയായിരുന്നു. ഒരുപാട് കാലം ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളെ അകറ്റി നിർത്തിയ കുട്ടികളെ എല്ലാം ഒരേ സ്കെയിലിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു നമുക്ക് മാതൃകാപരമായിട്ടുള്ളൊരു പാഠ്യ
വിദ്യാലയങ്ങൾക്ക് അതൊരു മാതൃകയാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമ. അതിനെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് സ്കൂളുകൾ അത്തരത്തിൽ ഒരു സിറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തില് നമ്മുടെ ഒരു സ്കൂൾ സിസ്റ്റത്തിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയെ മാറ്റി നിർത്തിയപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനോടുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് അത് വളരെ സ്വാഭാവികമാണ്. മാത്രമല്ല ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ സിനിമയിൽ നിന്നുമുള്ള കുട്ടികൾക്ക് മാത്രമാണ് അവാർഡുകൾ കൊടുത്തത് എന്നുള്ള ഒരു സംഭവത്തിനോട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. കാരണം ഇത്ര കാലത്ത് അങ്ങനെയല്ല അത് സംഭവിച്ചിട്ടുള്ളത്. അതാണ് പറയേണ്ടത്. ഇപ്പം മികച്ച കുട്ടികളുടെ സിനിമയില്ല എന്ന് ജൂറി അധ്യക്ഷൻ പറയുന്നു. മികച്ച കുട്ടികളുടെ സിനിമയില്ല എന്ന്. കുട്ടികളുടെ സിനിമ ആറ് സിനിമകൾ മത്സരത്തിന് അയച്ചിട്ടും അതിലൊരു സിനിമ പോലും ഇല്ല. അത് അംഗീകരിക്കുന്നു. ഓക്കെ, മികച്ച ഒരു ബാലതാരം ഇല്ല എന്നുള്ളതാണോ ജൂറിയുടെ? അതവിടെയും ജൂറി പറയുന്നില്ല. മികച്ച ബാലതാരം മലയാള സിനിമ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ സിനിമയിൽ നിന്ന് മാത്രമേ ഒരു ബാലതാരത്തെ തിരഞ്ഞെടുക്കൂ എന്ന് ഈ ജൂറി അധ്യക്ഷൻ നിലപാടെടുക്കുന്നു, പറയുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കൊടുത്തു വന്നിട്ടുള്ളത് അങ്ങനെയല്ല എന്നുള്ളതാണ് വസ്തുത. മികച്ച കുട്ടികൾ അപ്പം മറ്റ് സിനിമകൾ, അതായത് മുതിർന്നവർ എടുക്കുന്ന സിനിമകളിൽ കുട്ടികൾക്കുള്ള പ്രാധാന്യം ചെറുതാണോ? അപ്പോൾ ആ കുട്ടികളുടെ അഭിനയത്തിനോ അവർ ഇട്ട എഫേർട്ടിനോ ഒന്നും വിലയില്ലാതാവുകയാണോ? ആ കുട്ടികൾ ഉള്ളത് കൊണ്ടല്ലേ ആ കഥാപാത്രം അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് പ്രകാശ് രാജിനെ പോലെ ഒരു ജൂറി അധ്യക്ഷന്റെ കൂടെ കടമയാണ്, ഒരു സിനിമയെ സ്നേഹിക്കുന്ന ആളുടെ കടമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും പറയേണ്ടത് കഴിഞ്ഞ വർഷം ഒരുപാട് ബാലതാരങ്ങൾ മലയാള സിനിമയിൽ മികച്ച അഭിനയങ്ങൾ കാഴ്ച ഒരു കാലം തന്നെയായിരുന്നു 2024 എന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ട് അത് മാത്രം എന്തുകൊണ്ട് അദ്ദേഹം കണ്ടില്ല എന്നടിച്ചു ഒരു ചോദ്യം. ഇപ്പൊ സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് മാറ്റി നിർത്താം. മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് അതിൽ അഭിനയിച്ച കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഫിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില് ആവണി, അഞ്ജലിയുടെ മകൾ ആവണി വളരെ ഗംഭീരമായിട്ടുള്ള ആ കുട്ടിയുടെ ആ ഒരു കരഞ്ഞുകൊണ്ടുള്ള മുതിർന്ന ആളുടെ സൗണ്ടും ആ കുട്ടിയുടെ അഭിനയമായിരുന്നു അതിൽ വന്നിട്ടുള്ളത്. ചെയ്തൊരു കാര്യമാണ്. അത് വളരെ കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു കാലം നോക്കുകയാണെങ്കിൽ റീൽസ് ആയിട്ടും അതേപോലെ തന്നെ എല്ലാവരുടെയും സ്റ്റോറീസ് ആയിട്ടും ഒക്കെ ആ ഒരു ക്ലിപ്പ് പോയിട്ടുണ്ട്. കാരണം അത് ആളുകളുടെ ഉള്ളിലേക്ക് അത്രയും എത്തിയത്, ആ കുട്ടി അത്രയും മനോഹരമായിട്ട് അത് അഭിനയിച്ചത് കൊണ്ടാണ്. അപ്പം അത്തരത്തിലുള്ള അഭിനയ മികവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു മികച്ച ബാലതാരത്തെ തിരഞ്ഞെടുക്കാതെ പോയത് വലിയ വീഴ്ച തന്നെയാണ്. അതിനിപ്പം ഏതൊക്കെ തരത്തിലുള്ള ഒരു വിശദീകരണം നൽകിയാലും അത് പറ്റില്ല. ഇനിയിപ്പം ഈ തവണ മുതൽ കുട്ടികളുടെ ചിത്രത്തിൽ അഭിനയിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അത്തരത്തിലുള്ള അവാർഡ് കൊടുക്കുകയുള്ളൂ എന്ന് ഈ ഒരു സമയം മുതൽ അത്തരത്തിൽ പറയുകയാണെങ്കിൽ പോലും അത് അംഗീകരിക്കാനും ആളുകൾക്ക് ചിലപ്പം പറ്റിയെന്ന് വരും. അതെ, ഇപ്പോൾ ദേവനന്ദ പറഞ്ഞിട്ടുള്ള കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അംഗീകാരം, അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല മാറ്റം വരണം എന്ന് അവകാശപ്പെടേണ്ടത്. മാറ്റം വരണം, പക്ഷേ കുട്ടികൾക്കൊരു പുരസ്കാരം കൊടുക്കുന്നത് അതൊരു പ്രോത്സാഹനമാണ്, കുഞ്ഞു മനസ്സാണ്. ഇപ്പോൾ മുതിർന്നവർക്ക് ഇത്രയും അവാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല കാറ്റഗറികളായിട്ട് അവരുടെ എല്ലാ വർക്കുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ജൂറി ചെയർമാന് എന്തുകൊണ്ട് ഒരു കുഞ്ഞുകുട്ടി ഒരു സിനിമ അഭിനയിക്കുക എന്ന് പറയുന്നത് മുതിർന്നവരെ കൊണ്ട് പോലും കഴിയാത്ത ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കഥാപാത്രം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഈ അഭിനയം എന്ന് പറയുന്നത്. അതൊരു വളരെ ചെറുപ്പത്തിലെ കുട്ടികൾ ഇത് എത്ര മനോഹരമായി ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു വിവാദമാവാനും വലിയ ചർച്ചകൾക്ക് ഇത് മാറാനും ഒക്കെ കാരണമായത്. കാരണം കുട്ടികൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമകളുണ്ട്. ആ സിനിമകള് കുട്ടികളുടെ സിനിമയല്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്തുകയും അതിൽ അവാർഡ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പശു പറഞ്ഞ പോലെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അതിന് അദ്ദേഹത്തിൻ്റെതായ അല്ലെങ്കിൽ ജൂറിയുടേതായ വിശദീകരണങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇതിനു മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ സിനിമയിൽ നിന്നും മാത്രമല്ല മികച്ച ബാലതാരത്തെയും അതേപോലെ തന്നെ മികച്ച ബാലതാരങ്ങളെ തിരഞ്ഞെടുത്തത്. ഇപ്പം മനുവെങ്കിൽ എന്നുള്ള സിനിമയിലൊക്കെ അത്തരത്തിൽ മനുവെങ്കിലൊന്നും ഒരിക്കലും കുട്ടികളുടെ സിനിമയല്ല, ആ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവന്ന സിനിമയല്ല. അപ്പം കഴിഞ്ഞ വർഷത്തെ പാചകവും അത്ഭുതവിളക്കും എടുത്തു. അതെ. അപ്പം ഇതൊന്നും അത്തരത്തിലുള്ള ഒരു സിനിമയല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ വരികയും അത്തരത്തിലുള്ള സിനിമകളില്ല, മികച്ച ബാലതാരങ്ങളില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മൾ അത്തരം സിനിമകൾ
കാണുന്ന കൂടിയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ എത്ര കുട്ടികൾ അത് ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന് കാണും. അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പോലും ജൂറിക്ക് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ അവാർഡിലേക്ക് പരിഗണിച്ചിട്ട് വിവാദമാകുന്ന ഇത് ആദ്യത്തെ സംഭവമല്ല. 2008, 2007 കാലഘട്ടത്തിലും ഇതുപോലെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മികച്ച ബാല നടിക്ക് കൊടുത്ത അവാർഡിന്റെ പേരിൽ രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന സിനിമയുടെയും ഉദാഹരണം സുജാതയും താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നത്. രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച കുട്ടിക്കായിരുന്നു അത്തവണ മികച്ച നടിക്കുള്ള ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. ആ സിനിമയിൽ ആ കുട്ടി അഭിനയിച്ചിടത്തോളം വളരെ ഗംഭീരമായിരുന്നു. ഞാൻ അതിൻ്റെ കഴിവിനെ ഒരിക്കലും കുറച്ചു കാണുന്നതില്ല. എന്നിരുന്നാലും ഒരുപാട് ഡയലോഗുകൾ പോലും ഇല്ലാത്ത ഒരു കഥാപാത്രമായിരുന്നത്. ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്, ആ കുട്ടിയുടെ അഭിനയത്തെക്കുറിച്ചല്ല. മീൻസ് ഒരുപാട് കഥാപാത്രങ്ങളില്ലാത്ത, ഒരുപാട് സ്ക്രീൻ സ്പേസ് ഇല്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു അത്. പക്ഷേ അതേ വർഷം തന്നെ ഉദാഹരണം സുജാത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയും ഇപ്പുറത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനശ്വര രാജൻ അതിഗംഭീരമാക്കിയൊരു വേഷമായിരുന്നു അത്. ഒരുപാട് ഇമോഷൻ വേരിയേഷനുകൾ അനശ്വര ആ സിനിമയിൽ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു മുഴുനീളൻ കഥാപാത്രമായിരുന്നു. സിനിമയിലെ രക്ഷാധികാരി ബൈജു എന്നുള്ള സിനിമയിലെ ഒരു ബാലതാരം അഭിനയിച്ച കഥാപാത്രവും ഈ അനശ്വര രാജൻ അഭിനയിച്ച കഥാപാത്രവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തത്ര വ്യത്യാസം അതിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ ഈ ജൂറി മെമ്പർ പറയുന്നത് പോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സമൂഹത്തിന് സന്ദേശം കൊടുക്കുന്ന തരത്തിലുള്ള കഥാപാത്രമായിരുന്നു എങ്കിൽ അനശ്വര അവതരിപ്പിച്ച മഞ്ജു വാര്യരുടെ മകളുടെ വേഷം അതിന് യോജിച്ചതായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു പുരസ്കാരം നിഷേധിച്ചത് വലിയൊരു വിവാദങ്ങൾക്ക് കാരണമായി. ഇന്നിപ്പം ഒരു അവാർഡ് പോലും ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് ഇപ്പം നേരത്തെ അശ്വിനി പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ ഇത് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അവരിൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ പോലും ചിലപ്പോൾ അവർ സന്തോഷിച്ചാണ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കിട്ടി, അടുത്ത തവണ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അഭിനയിച്ചാണെങ്കിൽ നമുക്കും കിട്ടും എന്നുള്ളത് കുട്ടികളുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോൾ ഇത് ആർക്കും കൊടുത്തില്ലല്ലോ, അതെന്താ നമ്മുടെ അഭിനയം അത്രയും മോശമായിരുന്നു. അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഇപ്പൊ അടുത്ത വർഷം ഈ കുട്ടികൾ എന്ത് പ്രതീക്ഷിച്ചായിരിക്കും അടുത്തൊരു സിനിമ തിരഞ്ഞെടുക്കുന്നത്? ഇനി ഒരു സിനിമ അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ ഭാവിയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് വലിയൊരു മാധ്യമമായിരിക്കെ, നമ്മളെല്ലാം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വലിയ ലോകം എന്നിരിക്കെ ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ ഇത്രയും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള മക്കൾക്ക് എന്തായിരിക്കും അടുത്തൊരു പ്രതീക്ഷ? അതെ, അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഒന്നുമില്ലാതെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ദേവനന്ദന്റെ പോസ്റ്റ് വളരെ വൈറലായിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഒരു വിഷയം കുട്ടികളെ കാണാതെ പോയത് വലിയ രീതിയിൽ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ സിനിമ കാണുന്നവർക്കിടയിൽ വലിയ രീതിയിൽ ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ്.